ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് മിക്കവാറും നമ്മൾ ന്യൂസ് പേപ്പറിൽ കൂടെയും ടി വിയിൽ ന്യൂസിൽ കൂടെയും ഒക്കെ നമ്മൾ വാർത്തകൾ കേൾക്കുമ്പോൾ അനേകം കുടുംബങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പൊ ഞാനിങ്ങനെ മനസ്സിലോർത്തി, എന്തായിരിക്കാം? ചില കുടുംബങ്ങൾ വളരെ സന്തോഷമായിട്ട് കഴിയുന്നു, ചില കുടുംബങ്ങൾ നിരാശയിൽ കഴിയുന്നു, ചില കുടുംബങ്ങൾ വാശി, വൈരാഗ്യം, തമ്മിൽ തല്ലുക, തമ്മിൽ കൊല്ലുക, ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും, മക്കൾ, അമ്മ പിഞ്ചു കുഞ്ഞിനെ പോലും കൊന്നെറിയുവാണല്ലേ. അതുപോലെ യങ്സ്റ്റേഴ്സ് ഓൺലൈൻ ചാറ്റിംഗ് ചെയ്ത് അബദ്ധത്തിൽപ്പെട്ടിട്ട് അവർ ജീവിതം നശിപ്പിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഓരോ കുടുംബത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇതിനൊക്കെ കാരണം എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് ആലോചിച്ചാലോ? നമ്മള് പല പരിതസ്ഥിതികളിലുള്ള കുടുംബങ്ങളെ കാണുന്നു, അല്ലേ? ചില കുടുംബങ്ങളില് മാതാപിതാക്കൾ നിരാശരായി ദുഃഖിക്കുന്നു. ചില കുടുംബങ്ങളില് ദുഃഖം സഹിക്കാതെ വയ്യാതെ വാശി, വൈരാഗ്യം, ക്രൂരത. ചില കുടുംബങ്ങളില് ഞാൻ പല സീനിയർ സിറ്റിസൺ മീറ്റിങ്ങിലും ഞാൻ കേട്ടത്, അവർ പറയുന്നു, ഇനി നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല, നമ്മുടെ സമയം കഴിഞ്ഞു, അങ്ങനെ ഇനി നമ്മൾ മിണ്ടാതെ മാറിയിരിക്കുക. കാരണം നമ്മൾ പഴയതാണ്, നമ്മുടെ മക്കൾ ന്യൂ ജനറേഷൻ. ഐ കാൻ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ന്യൂ ജനറേഷൻ എന്താണ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ അറിവും ബുദ്ധിയും, പിന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടിയ പരിസ്ഥിതികൾ മൂലവും കിട്ടിയ അറിവും എല്ലാം കൊണ്ട് നമ്മൾ വളർന്നു വന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളും അങ്ങനെ വളർന്നു വരികയാണ്. പക്ഷെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയതും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനും ആയിട്ട് എവിടെങ്കിലും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നോ നമ്മളിൽ നിന്നോ എവിടെയോ ഒരു തോൽവി സംഭവിച്ചിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വരത്തില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചില കുടുംബങ്ങൾ നല്ല സമാധാനവും സന്തോഷവും, അതായത് ആത്മീയമായും ശാരീരികമായും മാനസികമായും ഭൗതികമായും പ്രോഗ്രസ് ചെയ്യാണ്, സന്തോഷമായിട്ട് കഴിയുന്നവരുണ്ട്, അല്ലേ? അതെന്തുകൊണ്ടാണ്? അതേസമയം നമ്മൾ വേറൊരു കുടുംബം നോക്കുമ്പോൾ ഭാര്യ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിക്കുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലാൻ ശ്രമിക്കുന്നു, അല്ലെ? അങ്ങനെ പലവിധമായ ക്രൂരകൃത്യങ്ങൾക്ക് ആൾക്കാർ വഴങ്ങിപ്പോകുന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോഴ് ഇതിന് ഒരു പ്രതിവിധി ഉണ്ടാകണം. ഇനി നമ്മളുടെ കുഞ്ഞുങ്ങളെങ്കിലും അവസാന കാലത്തിരുന്ന് നിരാശരായി ഇനി നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല, കാരണം നമ്മൾ പഴയ ആൾക്കാർ, പഴഞ്ചൻ. ഇപ്പോഴത്തെ മക്കൾ, നമ്മൾ വളർത്തിയെടുത്ത മക്കളെയാണ് ഈ പറയുന്നത്. നമ്മൾ വളർത്തിയെടുത്ത മക്കൾ ന്യൂ ജനറേഷനാണ്. ആ ഒരു ഫീലിംഗ് ഇനി ഉണ്ടായിരിക്കണമെങ്കിൽ നമുക്ക് എവിടെ തോൽവി സംഭവിച്ചു എന്ന് നമ്മളൊന്ന് ഓർത്തെടുക്കുകയും
ആ തോൽവി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അതായത് പുതുതായി കല്യാണം കഴിച്ചവരോ കഴിക്കാൻ പോകുന്ന പിള്ളേരോ അല്ലെങ്കിൽ കഴിച്ച് കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുന്നവർക്കോ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും തോൽവി നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഞാൻ നോക്കിയത് ബെസ്റ്റ് നമ്മുടെ കുട്ടിക്കാലത്തെ ജീവിതത്തിലേക്ക് ഒരു ശിശു ആയിരുന്നപ്പോൾ മുതൽ ഇന്നത്തെ ഈ അവസ്ഥ വരെ നമ്മൾ നടന്ന വഴികളിലൂടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നടന്നു നോക്കിയാലോ. അതായത് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ, ശിശുവായിരിക്കുമ്പോൾ, അറിവായപ്പം മുതൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മുടെ സഹോദരങ്ങളിൽ നിന്നും നമ്മുടെ ചുറ്റുപാടും അയൽവക്കക്കാരിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ, അവരിൽ നിന്ന് നമുക്ക് കിട്ടിയ പെരുമാറ്റം, നമ്മൾ അവരോട് കാണിച്ച പെരുമാറ്റം, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടിയ അറിവും പെരുമാറ്റ രൂപവും രീതിയും എങ്ങനെയായിരുന്നു. നമ്മുടെ മാതാപിതാക്കൾ അവരുടെ സഹോദരന്മാരെ അവരുടെ മാതാപിതാക്കളെയും അനുസരിച്ചിരുന്നോ? അവരുടെ മാതാപിതാക്കൾ പ്രായമായുമ്പോൾ ആയതിനു ശേഷവും അവർ മാതാപിതാക്കൾ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നോ? അവരെ റെസ്പെക്ട് ചെയ്തിരുന്നോ? നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ അയൽവാസികളോട് എങ്ങനെ ഇടപെട്ടിരുന്നു? നമ്മുടെ ചുറ്റും പല രീതിയിലുള്ള ആൾക്കാർ കാണും അല്ലേ? എല്ലാവരോടെയും ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് അന്ന് കഴിഞ്ഞിരുന്നോ? അതെങ്ങനെയാണ് അവർ ചെയ്തത്? അതുപോലെ അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂളിലെ നമ്മുടെ കൂട്ടുകാരിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും അതുപോലെ പബ്ലിക്കിൽ നിന്നും നമ്മുടെ എൻവയൺമെന്റിൽ കൂടിയും ഒക്കെ നമുക്ക് എന്തെല്ലാം പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടിയ അറിവുകൾ നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മളുടെ പ്രവൃത്തികൾ, നമ്മുടെ പെരുമാറ്റം, അവരുടെ ജീവിത രീതിയിൽ നിന്നും നമ്മുടെ ജീവിത രീതിയും, അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ അയൽവക്കക്കാരോട് എങ്ങനെ ഇടപെട്ടിരുന്നു, നമ്മുടെ മാതാപിതാക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ തമ്മിലുള്ള ആ ഉറച്ച സ്നേഹം നമുക്ക് ദൃഢമായി കാണാൻ പറ്റിയിട്ടുണ്ടോ? അവരിലുള്ള ദൈവവിശ്വാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർ ഓരോ ദിവസവും എങ്ങനെ തുടങ്ങിയിരുന്നു? ചില ഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ മാതാപിതാക്കൾ രാവിലെ 4 മണിക്ക് എണീറ്റ് പാട്ടുപാടി പ്രാർത്ഥിക്കുന്നത് കേട്ട് അവരുടെ മക്കൾ ഓരോന്നായിട്ട് എഴുന്നേറ്റ് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് മാതാപിതാക്കൾ രാവിലെ എണീറ്റ് പാവിരിച്ച് അവർ പുറയിലിരിക്കുക, തന്നെത്താൻ പാട്ടുപാടുക, പാട്ട് കേട്ട് കുഞ്ഞുങ്ങൾ എണീറ്റ് വന്ന് പായയിലിരിക്കുക, ദൈവത്തെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക, വചനം വായിക്കുക. വചനം ഒരുപാട് വായിക്കേണ്ട കാര്യമില്ല, 10 വാക്യം ദിവസം വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ചിന്തിക്കുക. അതിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ താഴെ പായിൽ വന്നിരിക്കുമ്പോൾ മുതൽ പ്രാർത്ഥന തീരും വരെയും നമ്മൾ എങ്ങനെയായിരിക്കണം, ആരുടെ മുമ്പിലാണ് ഇരിക്കുന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മുടെ മാതാപിതാക്കൾ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ, എന്ത് ചെയ്താലും കർത്താവായ യേശുക്രിസ്തുവിനോട്, ദൈവം തമ്പുരാനോട് ഞങ്ങൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ചെയ്തോട്ടെ എന്ന് പെർമിഷൻ വാങ്ങിക്കുകയും അത് ചെയ്യാൻ തെറ്റില്ല എന്ന് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ കൈ പിടിച്ച് ആ ചെയ്യാനുള്ള പ്രവൃത്തി ചെയ്യുന്ന ഒരു രീതി നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടുണ്ടോ? ഓരോ ദിവസവും
നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് മുന്നേ നമ്മുടെ ഓരോ ദൈനംദിന നമ്മുടെ ഓരോ ദിവസത്തെ പ്രവൃത്തികൾ തുടങ്ങും മുമ്പേ, ദിനചര്യകൾ തുടങ്ങും മുമ്പേ കർത്താവിന് മുമ്പിൽ ഇരുന്ന് യേശുവിനോടൊപ്പം അല്പസമയം യേശു ചെയ്ത കൃപകൾ, നമ്മൾ ഇന്നലെ രാത്രിയിൽ കിടന്നുറങ്ങിയവരിൽ എത്രയോ പേർ പുതിയ പ്രഭാതം കാണാതെ കടന്നുപോയിട്ടുണ്ട്. എത്രയോ പേർ ഈവൻ ഇപ്പോഴും എത്രയോ പേർ ശാരീരികവും മാനസികവും ആയിട്ടുള്ള അസ്വസ്ഥത അനുഭവിക്കുന്നു. നമ്മുടെ ദൈവം തമ്പുരാൻ നമ്മൾക്ക് രാവിലെ ഉണരാനും നല്ല പ്രഭാതം കാണാനും ഉള്ള ഭാഗ്യം തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ദൈവം തമ്പുരാൻ നമ്മൾ ചെയ്യുന്നതും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതും എല്ലാം കർത്താവായ ദൈവം തമ്പുരാൻ അറിയുന്നു എന്ന സത്യം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ ഇട്ട് തന്നിട്ടുണ്ടോ? ദൈവം നാം ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്നതൊക്കെയും ദൈവം കാണുന്നു എന്ന ബോധ്യം എന്ന സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നാം ഒരിക്കലും ഒരു തെറ്റ് ചെയ്യത്തില്ല. മാതാപിതാക്കൾ കാണാതെ ഒരു തെറ്റ് ചെയ്താൽ ദൈവം തന്മാർ കാണുന്നുണ്ട്, അതിന് ശിക്ഷിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു നല്ല സന്ദേശം അവരുടെ ബ്രെയിനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ തെറ്റ് ചെയ്യത്തില്ല. അവർ തെറ്റ് ചെയ്യാതിരുന്നാൽ അതുപോലെ അവർ ചെയ്യുന്ന പ്രവൃത്തി ദൈവഹിതമാണോ എന്ന് അവർ ചെക്ക് ചെയ്തിട്ടേ ചെയ്യത്തുള്ളൂ. ഇതൊരു വലിയ ശക്തിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് നിങ്ങൾ എല്ലാ മക്കളിലും ഈ ഒരു സത്യം മനസ്സിലാക്കി കൊടുക്കണം. എന്ത് ചെയ്താലും ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരുട്ടിൽ ചെയ്യുന്നത് വെട്ടത്ത് വരുമെന്നും ദൈവം തമ്പുരാൻ അത് കാണുന്നു എന്നും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചെയ്താൽ ദൈവം ശിക്ഷിക്കുമെന്നും ദൈവത്തിന് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, സ്നേഹവാനായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്താൽ ദൈവം നമുക്ക് ചെറിയ ശിക്ഷ തന്ന് നമ്മളെ നന്നാക്കിയെടുക്കാൻ, ശുദ്ധീകരിക്കാൻ വേണ്ടി ശിക്ഷ ചെയ്യും എന്നുള്ള ബോധ്യം കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കണമേ. അതുപോലെ നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തോട് പെർമിഷൻ ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം അത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ദൈവം സ്വർഗത്തിൽ ചിരിക്കും. അല്ലാതെ നമുക്ക് ദൈവം എല്ലാ സൗകര്യങ്ങളും എല്ലാം ബ്ലെസ്സിങ്സും തന്നു. അപ്പൊ നമ്മള് ദൈവത്തെ മറന്നിട്ട് ആ മുടിയനായ പുത്രന്റെ കാര്യം പറഞ്ഞതുപോലെ, മുടിയനായ പുത്രന്റെ അപ്പൻ എല്ലാ സുഖസമൃദ്ധിയോടെയും വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞാണ്. എല്ലാ സുഖസമൃദ്ധി ആയപ്പോൾ അവന് തോന്നി നമുക്ക് എല്ലാം വീതം വെച്ച് നമുക്ക് അങ്ങ് സുഖമായിട്ട് ജീവിക്കാം. അത് അവനിലൊരു പൈശാചിക ശക്തിയായിരുന്നു. ഈ പിശാചെന്ന് പറയുന്ന ഒന്നുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കണം. ഞാൻ വിശ്വസിക്കുന്നു ഉണ്ട്. പിശാച് എന്ന് പറയുന്നത് സ്വർഗത്തിൽ ആയിരുന്ന മാലാഖമാർ തന്നെയാണ്. അവർ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തയിൽ കൂടെ വന്നു എന്ന് കണ്ടപ്പോൾ ദൈവം അവരെ പുറത്താക്കിയത്. അപ്പൊ അവരെന്ത് ചെയ്യും? ഭൂമിയിൽ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ആരെ പിടിച്ചു വശത്താക്കണം? അപ്പൊ എപ്പോഴും അവരിങ്ങനെ ആരെ ആകർഷിച്ച് അവരുടെ വലയിലാക്കണം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ദൈവത്തിൽ ഉറച്ച വിശ്വാസവും ദൈവസ്നേഹവും ഉള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വന്നാൽ നമ്മൾ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ദൈവം നമ്മളെ അവിടുത്തെ തൂവലുകൊണ്ട് ഭദ്രമായി സൂക്ഷിക്കും. അല്ല, ദൈവത്തെ മറന്ന് നമ്മൾ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കും സുഖങ്ങൾക്കും സന്തോഷങ്ങളുടെയും പുറകെ നമ്മൾ പോകാൻ തുടങ്ങിയാൽ പിശാച് അവിടെ നമ്മളെ കൂടുതൽ ആകർഷിക്കും. കൂടുതൽ സന്തോഷവും ഭൗതികമായ സന്തോഷം എല്ലാം തന്ന് നമ്മൾ പിശാചിന്റെ വലയിലേക്ക് എടുക്കും. ഒരു പ്രാവശ്യം പിശാചിന്റെ വലയിൽ പെട്ടുപോയാൽ പിന്നെ രക്ഷപ്പെടാൻ പ്രയാസമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ആണ്
ഈ ക്രൂരത ചെയ്യുന്ന കുഞ്ഞുങ്ങൾ അക്രൂരമായ മനസ്സ് അവർക്കുണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും, അതായത് കർത്താവായ യേശുക്രിസ്തു 2 കൽപ്പനയാണ് ദൈവം തമ്പുരാൻ യഹോവ നമുക്ക് തന്നിരിക്കുന്നത്. ഒന്ന്, ദൈവം ഒരേ ഒരു ദൈവം ഉള്ളെന്ന് മനസ്സിലാക്കണം. ദൈവം ഏകനാണ്. ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. 2, സഹോദരനെ നിന്നെ പോലെ സ്നേഹിക്കുക. ആ സഹോദരൻ എന്ന് പറയുന്ന അയൽക്കാരനാകാം, ഫ്രണ്ട്സ് ആകാം, സഹോദരൻ ആരുമാകാം. മറ്റുള്ളവരെ നമ്മളെ പോലെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ 2 കാര്യം, ഈ 2 കൽപ്പന അനുസരിച്ചാൽ നമ്മൾ സാധാരണ ഒരു തെറ്റിനും ചെന്ന് പെടത്തില്ല. നമ്മൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതിരുന്നാൽ നമുക്ക് ആരാ ദോഷം ചെയ്യുന്നല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ സ്കൂളിൽ പോയി, സ്കൂളിൽ നമ്മുടെ കൂട്ടുകാരുമായിട്ടും ഉള്ള ആ ഒരു ഇടപെടലിൽ കൂടെ നമുക്ക് അവരിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ, നമ്മൾ അവരോട് പ്രതികരിച്ചത് എങ്ങനെ, ടീച്ചേഴ്സിൽ നിന്ന്, അത് കഴിഞ്ഞ് നമ്മൾ ജോലി കിട്ടിക്കഴിഞ്ഞ് ജോലി സ്ഥലത്ത് നമ്മുടെ കൂടെയുള്ള ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുടെ കൊളീഗ്സ് ആയിട്ടുള്ള നമ്മുടെ അവരോടുള്ള ഇടപെടൽ, അവർ നമ്മളോടുള്ള ഇടപെടുന്ന രീതി ചിലപ്പോൾ നിരാശയാകാം, ചിലർക്ക് സന്തോഷമാകാം. പക്ഷേ ഏതവസ്ഥയിലും ഏതൊക്കെ അവസ്ഥ നമ്മൾ തരണം ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് വരികയാണ്. നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പേ, വിവാഹം ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടോ? നീ വിവാഹം കഴിക്കാൻ പോകുന്നത് ചുമ്മാ ഒരു തമാശോ കളിയോ ഒരു രസമോ ഒരു സെലിബ്രേഷനോ അല്ല. പിന്നെയോ, ദൈവം തമ്പുരാൻ ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും, 2 വ്യത്യസ്ത കുടുംബങ്ങളിലായിരിക്കുന്ന സ്ത്രീയെയും ഒരു പുരുഷനെയും ഒരുമിച്ച് ചേർക്കുന്നത് ദൈവത്തിനൊരു പദ്ധതി ഉള്ളതുകൊണ്ട്. ആയതിനാൽ ദൈവം സ്വർഗത്തിൽ നിശ്ചയിച്ച് വിവാഹം എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ പരിശുദ്ധമായ ഒരു കൂദാശ, ഇമ്പോർട്ടന്റ് ആയ ഒരു കൂദാശയിൽ കൂടെ കടന്നു പോകാനിരിക്കുന്ന ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും വിവാഹം നിശ്ചയിക്കുന്നതിന് മുൻപേ, ആലോചന എടുക്കും മുമ്പേ, ദൈവമേ എനിക്ക് നീ തരാൻ പോകുന്ന ഇണ നിന്റെ പദ്ധതി അനുസരിച്ച് ഉള്ള ഒരു ഇണയായിരിക്കണമേ എന്നും, അതുപോലെ വിവാഹം നിശ്ചയിച്ച സമയത്ത് എനിക്ക് നീ ഇണയായി തന്ന നിന്റെ മകൾ അല്ലെങ്കിൽ നിന്റെ മകൻ ഞങ്ങളുടെ കൂട്ടിച്ചേർത്തത് നീയാണ്, സ്വർഗത്തിൽ നീ നിശ്ചയിച്ചു, ഞങ്ങളെ നീ കൂട്ടിച്ചേർത്തു, അത് അവിടുത്തെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണല്ലോ. ആ പദ്ധതി 100% ഭംഗിയായി നിറവേറ്റാൻ ഞങ്ങൾക്ക് 2 പേർക്കും, ഞങ്ങളെ 2 പേരെയും ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. വിവാഹ നിശ്ചയം ഇപ്പോഴൊക്കെ എപ്പോഴും കാണുമ്പോൾ എനിക്ക് അതിശയം തോന്നുകയാണ്. നിശ്ചയത്തിന്റെ സമയത്ത് നിശ്ചയം വന്നു, ചിലർ കാണാത്ത വേഷങ്ങൾ ഇട്ടുകൊണ്ട് വരിക, ഒരു എന്താ പറയാ, ഒരു മാനമായിട്ടുള്ള ഡ്രസ്സും ആയിരിക്കത്തില്ല ചിലപ്പോ. അത് കഴിഞ്ഞ് ഡാൻസാണ്, ഡാൻസും ബഹളമാണ് അവരുടെ മെയിൻ ഒരു രസം, ഒരു സെലിബ്രേഷൻ. എന്തുവാ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അത് ഒരിക്കലും ആകരുത്, അവരറിയണം. വിവാഹം എന്ന ഒരു കൂദാശയെന്ന് പറയുന്നത് സ്വർഗത്തിൽ ദൈവം തമ്പുരാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് അത് എടുക്കുന്നതെന്ന്. ദൈവം തന്ന ആ ദൗത്യം. അതുപോലെ വിവാഹത്തിന് വരുന്നതിന് മുന്നേ ദൈവമേ, വിവാഹത്തിന് വന്ന് വരുമ്പോഴും ദൈവമേ ഞങ്ങളെ നീ കൂട്ടിച്ചേർക്കുന്നത് അവിടുത്തെ പദ്ധതിക്ക് വേണ്ടിയാകുന്നു എന്ന് ഞാൻ അറിയുന്നു. അതിനുവേണ്ടി ഞങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാനാൽ നിറച്ച് പരിശുദ്ധാത്മാനാൽ നയിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ പള്ളിയിലേക്ക് കയറി പള്ളിയിൽ ഇരിക്കേണ്ടത്. അച്ഛൻ
പ്രാർത്ഥിച്ച് ശുശ്രൂഷ ചെയ്ത് അവരെ അനുഗ്രഹിച്ച് മോതിരം വാഴ്വും കിരീടം വാഴ്വും ഒക്കെ ചെയ്യുന്നത് ഒരു രസമായിട്ടല്ല, അത് ഭയങ്കര സ്പിരിച്വലായിട്ടുള്ള ഒരു ക്രിയയാണ് അവിടെ നടക്കുന്നത്. അത് മനസ്സിലാക്കി ആ സമയം പ്രാർത്ഥനയോടും ഭയഭക്തിയോടും കൂടെ നിൽക്കുക. ആ സമയത്ത് ഈ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞത് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് അല്ല, പിന്നെ ഉണ്ടാകാൻ പോകുന്ന ആർഭാടങ്ങളും ഒക്കെ നോക്കി ചിന്തിച്ചും ആലോചിച്ചും എന്നുവെച്ചാൽ നേരത്തെ പ്ലാൻ ചെയ്താണല്ലോ. അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതം, കുടുംബജീവിതം എനിക്കത് കാണുമ്പോൾ തന്നെ പ്രയാസമാണ്. അവരുടെ കുടുംബജീവിതം അത്ര ഇതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരെയും കണ്ടു, അവർ പിന്നെ നിരാശയിലേക്ക് വിടുകയാണ്. എന്നാൽ പ്രാർത്ഥനയോടും ദൈവിക ദൈവത്തോടുള്ള കൃപ യാചിച്ചുകൊണ്ടുള്ള ഈ കൂദാശയിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾ അത്ഭുതകരമായിട്ട് അവരുടെ ജീവിത കുടുംബം യേശു വസിക്കുന്ന ഭവനമാക്കി മാറ്റും. ഇത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വരുന്ന, അന്യ വീട്ടിൽ നിന്ന് വരുന്ന നമ്മൾ ഒരു കുഞ്ഞ് നമ്മുടെ കുഞ്ഞായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും തെറ്റ് വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ക്ഷമിക്കുന്നുള്ളവരോട് ക്ഷമിക്കാൻ നമ്മൾ റെഡി ആയിട്ടുണ്ടോ? ഈ സ്ഥിതി നമ്മുടെ ഇന്നത്തെ സ്റ്റേജിലാകുന്നത് വരെയും നമ്മളുടെ ഈ ജീവിത പാതയിൽ നമ്മൾ നടന്ന വഴികളിൽ എവിടെങ്കിലും നമുക്ക് വീഴ്ചയോ തോൽവിയോ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ആലോചിച്ചെടുത്തിട്ട് ആ വീഴ്ചയോ തോൽവിയോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ ഇനി നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇനി എന്നെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല, ഒരു രക്ഷയില്ല, അവൻ എങ്ങനെയോ പോട്ടെ, അവൾ എങ്ങനെയോ പോട്ടെ, അവരെങ്ങനെയോ ജീവിക്കട്ടെ, ഞാനും എൻ്റെ ഭർത്താവും സുഖമായിട്ട് ശിഷ്ടമുള്ള കാലം കഴിയാം, അതല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെങ്കിലും ശരിയായ രീതിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ പൂർണ്ണ വിശ്വാസത്തോടും കർത്താവായ യേശുവിനെ പൂർണ്ണമായി സ്നേഹിക്കുന്നവരുമായിട്ട് വളർന്നു വരാനും അവരുടെ കുടുംബം ദൈവം വസിക്കുന്ന ഒരു ഭവനമാക്കി തീർക്കാൻ വിവാഹ ജീവിതം ആരംഭിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും യേശുവിൽ തുടങ്ങി യേശുവിൽ നിന്ന് യേശുവിൽ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച് ദിവസം തുടങ്ങുക. രാത്രിയിൽ കിടന്നുറങ്ങിയ എന്നെ പുതിയ പ്രഭാതം കാണാൻ കൃപ ചെയ്തത് അവിടുത്തെ ദാനമാകുന്നു. നീ തരുന്ന എല്ലാ ദാനങ്ങളും നീ തരുന്ന എല്ലാ ബ്ലെസ്സിങ്സും അവിടുത്തെ ദാനമാകുന്നു എന്ന് വിശ്വസിച്ച് ഏറ്റുപറയണം. അതവരെ പഠിപ്പിക്കുക. അവര് ചെയ്യുന്നത് കണ്ട് അവരുടെ മക്കളും തീർച്ചയായിട്ടും അതുപോലെ ചെയ്യും. മാതാപിതാക്കൾ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ഇടപെടുന്നു, എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നു, ഇതെല്ലാം കുഞ്ഞുങ്ങൾ കണ്ട് അത് മുമ്പേ അവർ പഠിക്കും. നമ്മുടെ വീടാണ് ആദ്യത്തെ സ്കൂൾ. അപ്പോ ഇനി നമുക്ക് ചെയ്യാൻ ഒക്കുന്നത്, ഞാൻ പഴയതായി പോയി ഇനി ഞാൻ മാറി നിൽക്കുക, അവര് ന്യൂ ജനറേഷൻ എന്ന് പറയരുത്. അതിന് പകരം ഞാൻ പഴയതല്ല, ഞാൻ വളർത്തിയെടുത്ത മക്കൾ ഇന്ന് അവരങ്ങനെ ആകുന്നു, ഏതെങ്കിലും രീതിയിൽ എനിക്ക് വിഷമം വരുത്തുന്നു എങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നീ എനിക്ക് വന്ന വിഷമം നിനക്ക് വരാതിരിക്കാൻ നീ നിന്റെ കുഞ്ഞുങ്ങളെ ഈ നേരായ പാതയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഞാൻ കാണുന്നില്ല എന്ന് വിചാരിച്ച് ഇരുട്ടിൽ ചെയ്യുന്നത് എന്തും ദൈവം തമ്പുരാന് കാണാം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചെയ്താൽ ദൈവം ശിക്ഷിക്കും. അപ്പൊ മോളെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് തന്നെ ഒരു വലിയ ശക്തിയാണ്. അവർ തെറ്റുകളിലേക്ക് പോകാതെ അവരെ രക്ഷിക്കും. പിന്നെ ഏത് ചെയ്താലും ദൈവത്തോട് ചോദിച്ച് ദൈവത്തിന്റെ പെർമിഷൻ വാങ്ങിച്ച് ദൈവഹിതമെങ്കിൽ അവിടുത്തെ ഹിതപ്രകാരം ദൈവത്തെ കൈപിടിച്ചുകൊണ്ട് ദൈവം കാണിക്കുന്ന പാതയിൽ, ദൈവം കാണിക്കുന്ന വഴിയിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കാൻ പഠിപ്പിക്കുക. ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി
ഇനി അടുത്ത എപ്പിസോഡില് എങ്ങനെ ആണ് ഒരു ദൈവം വസിക്കുന്ന ഭവനം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ചില ദൈവവചനം നമുക്ക് ഒന്ന് ഓർക്കാം. ഒന്നാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 23 24 വാക്യങ്ങൾ. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ ഭവനത്തിൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പൊ എന്താണ് ദൈവവചനം? എന്താണ് നമ്മൾ പ്രമാണിക്കേണ്ടത്? ദൈവത്തിന്റെ രണ്ട് കൽപ്പന. ദൈവത്തിന്റെ കൽപ്പന എന്താണ്? എല്ലാത്തിനും മുഖ്യ കൽപ്പനയോ മർക്കോസ് 12 29 തൊട്ട് 31 വരെയുള്ള വാക്യങ്ങളാണ്. എല്ലാത്തിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്നാണ്. രണ്ടാമത്തെ കൽപ്പനയോ, നീ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. കൂട്ടുകാരെന്ന് പറയുമ്പോൾ അയൽക്കാരനാകാം, സഹോദരങ്ങളാകാം, ആരുമാകാം. ഇത് രണ്ടും ചെയ്താൽ ദൈവം പറയുന്നത് ഫിലിപ്പിയൻസ് 4:6-7 വാക്യങ്ങളിൽ ദൈവം തമ്മിലാണ് പറയുന്നത്, ഇങ്ങനെ നീ ജീവിച്ചാൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഇതിൽ കൂടുതൽ എന്താ വേണ്ടിയേ? അതുപോലെ യോഹന്നാൻ 15:7, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും. ഇത്രയും നല്ല വാഗ്ദത്തം തന്ന ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആര് ജീവിക്കുന്നുവോ അവർക്ക് ഒരിക്കലും ശാരീരികമായും ഭൗതികമായും പിന്നെന്നാ ആത്മീയമായും തകർച്ച വരത്തില്ല. എനിക്കറിയാം, അങ്ങനെയുള്ള ഫാമിലിയെ എനിക്കറിയാം. കാരണം യെശയ്യാ 43:2-3 വാക്യങ്ങളിൽ ഇപ്രകാരം അല്ലേ പറയുന്നത്? ദൈവം പറഞ്ഞ എന്താ? ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കയറിയില്ല, നീ തീയിൽ കൂടി കടക്കുമ്പോൾ തീ നിന്നെ ദഹിപ്പിക്കുകയില്ല, നീ തീയിൽ വെന്തുപോകുകയില്ല. എന്തുകൊണ്ടാണ്? കാരണം തീയിൽ കൂടി നടന്നാൽ നീ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഇത്രയും വലിയ രക്ഷകൻ നമുക്കുള്ളപ്പം നമ്മൾ എന്തിനാ ചഞ്ചലപ്പെടുന്നത്? നമ്മൾ എന്തിനാ നിരാശപ്പെടുന്നത്? നമ്മൾ എന്തിനാ ദുഃഖിക്കുന്നത്? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ദൈവം തമ്പുരാൻ, അതുപോലെ നമ്മൾ ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ലേ, നമ്മൾ എപ്പോഴെങ്കിലും ദൈവത്തെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ മതി. ആഗ്രഹിച്ചാൽ ദൈവം നമ്മളെ കാണുവാൻ തക്കവണ്ണം ദൈവം സന്നദ്ധനായിട്ട് നിൽക്കുകയാണ്, കാത്തു നിൽക്കുക. ഇത്രയും നല്ല ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവം കാണിക്കുന്ന വഴിയിൽ ദൈവഹിതമനുസരിച്ച് നമുക്ക് ജീവിക്കാം. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ നമ്മളുടെ കുടുംബം ഒരു രീതിയിലും ശിഥിലപ്പെടുകയില്ല. ആരും നിരാശപ്പെടാതെ ഇനി നമുക്ക് ചെയ്യാൻ, ആർക്കെങ്കിലും നിരാശയുള്ളവരുണ്ടെങ്കിൽ നിരാശപ്പെടണ്ട, വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട.
ദൈവത്തോട് മാപ്പ് ചോദിക്കുക. ദൈവം ഇന്ന സമയം ഇന്ന കാര്യങ്ങൾ ഞാൻ അന്ന് ചെയ്യേണ്ടതായിരുന്നു, ഞാൻ ചെയ്തില്ല. മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ തന്റെ അപ്പൻ എത്രയും സന്തോഷത്തോടു കൂടി സ്വീകരിച്ചെന്ന് പറയുന്നു അല്ലേ. ഒരു പാപി ദൈവത്തോട് പശ്ചാത്തപിച്ച് മാപ്പ് ചോദിക്കുമ്പോൾ ദൈവം തമ്പുരാൻ എല്ലാരേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നവരെ ആയിരിക്കും. അപ്പോ നമ്മൾ ചെയ്യേണ്ടതായ ഡ്യൂട്ടി, നമ്മൾ ചെയ്യേണ്ടതായ ദൈവകൽപ്പന നമ്മൾ എവിടെയോ ലംഘിച്ചു. ദൈവത്തോട് മാപ്പ് ചോദിക്കുക, പശ്ചാത്തപിച്ച് അനുതപിച്ച് മാപ്പ് ചോദിക്കുക. ദൈവം നിങ്ങളെ അത്ഭുതകരമായിട്ട് അനുഗ്രഹിക്കും. നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്ന മക്കൾ തിരികെ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ ഏതെല്ലാം രീതിയിൽ മക്കളെ കൊണ്ട് ദുഃഖിക്കുന്നുവോ അതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ദൈവം തമ്പുരാൻ നമ്മളെല്ലാരെയും ഏതെങ്കിലും കുടുംബം ശിഥിലമായി പോയിട്ടുണ്ടെങ്കിൽ ആ കുടുംബം ദൈവം വസിക്കുന്ന ഭവനമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു ദൈവം വസിക്കുന്ന കുടുംബം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.